കിഴക്കൻ ഏറനാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ഒരു തിലകക്കുറി ചാർത്തി അക്ഷരങ്ങളെയും എഴുത്തിനെയും വായനയെയും എന്നും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കരുവാരകുണ്ടിൽ ഇന്ന് ഒരു വായനശാല കൂടി പിറക്കുന്നു. കരുവാരകുണ്ട് കണ്ണത്ത് കേന്ദ്രമായി അക്ഷര ലൈബ്രറി കൾച്ചറൽ സെൻറ്റർ മാർച്ച് 8 ഞായർ പ്രശസ്ത എഴുത്തുകാരൻ GC കാരക്കൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ ചടങ്ങിന് ലൈബ്രറി സെക്രട്ടറി വിജയൻ കരുവാരകുണ്ട് സ്വാഗതവും പ്രസിഡന്റ് നുഹ്മാൻ പാറമ്മൽ അധ്യക്ഷനും ട്രഷറർ സാൻഡി കട്ടിക്കാനിയിൽ നന്ദിയും പറഞ്ഞു. കരുവാരകുണ്ട് ലൈബ്രറി കോർഡിനേറ്റർ സലാം കക്കറ, ജില്ലാ ലൈബ്രറി കൗൺസിലർ M കൃഷ്ണൻകുട്ടി, കരുവാരകുണ്ടിലെ വിവിധ മേഖലയിലെ എഴുത്തുകാർ, കരുവാരകുണ്ടിലെ മറ്റു ലൈബ്രറി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഒരു ലൈബ്രറി നമുക്ക് രൂപീകരിക്കുകയാണ്. ദീർഘകാലം അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ കമ്മിറ്റി ചെയ്തു. ആ കമ്മിറ്റി ജനറൽ ബോഡിയിൽ ഭയങ്കര ജനങ്ങളായിരുന്നു. അന്ന് തന്നെ അത് പിന്നീട് അത് മെല്ലെ ടോപ്പായി പോയി. ആ സമയം കിട്ടാത്ത അങ്ങനെ അത് നടന്നില്ല. ഏതായാലും ഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് നല്ലൊരു ആളുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വായനയിലൂടെ ഒരുപാട് പ്രവർത്തികളിലൂടെ ഈ വായനശാലയ്ക്ക് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. മറ്റു ലൈബ്രറിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിജ്ഞാനം ലൈബ്രറി തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ, പ്രാരംഭഘട്ടങ്ങളിലുള്ള ഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളായി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും. പക്ഷേ പിന്നെ അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് തന്നെ നമ്മൾ ഒരു വർഷം മുൻപ് ഇതേ റൂമിൽ തന്നെ ഒരു വിപുലമായ രീതിയിൽ ഒരു യോഗം ചേർന്നു. ഇതിൻ്റെ തുടക്കം പുസ്തകങ്ങൾ സമാഹരിക്കുക, നമ്മുടെ കരുവാരക്കുണ്ടിലെ തന്നെ നിൽക്കുന്ന സാഹിത്യകാരന്മാരുടെയൊക്കെ വീടുകളിൽ ചെന്ന് അവരുടെ സഹായം അഭ്യർത്ഥിക്കുക എന്നൊക്കെ ഒരു തീരുമാനം ആണ് നമ്മൾ വഹിച്ചെടുത്തത്. അതിന് ഭാഗമായിട്ടാണ് കുറച്ച് പുസ്തകങ്ങൾ അന്ന് നമുക്ക് ലഭിച്ചു. പിന്നെ നമ്മൾ നിരന്തരം, ഞങ്ങളിലേറെ പിന്നെ ആവേശം കാണിച്ചത് നമ്മുടെ സലാംക്കയാണ്. നിരന്തരം അത്രയും വലിയ സാഹചര്യമുള്ള നാടാണ് കണ്ണത്ത്. അന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് കൃഷ്ണമൂർത്തി മാഷാണെങ്കിലും, അതേപോലെ GC മാഷും തന്നെ. GC മാഷ നാട്ടിൽ ഇതുപോലൊരു സംരംഭം ഇല്ല എന്ന് പറയുന്നതൊക്കെ വലിയ പ്രയാസം ഏതൊരു കണ്ണത്തുകാർക്കുണ്ട്. മാഷ എല്ലാ രംഗത്തും സജീവമായി നിൽക്കുമ്പോൾ മാഷ നാട്ടിൽ ഇല്ല എന്നുള്ളത്. അങ്ങനെ മാഷോടൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഇങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ഇതിൽ നമ്മൾ എത്താൻ ഒരു വലിയൊരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഖാദിയുടെ ഒരു കെട്ടിടം ഇവിടെ ഒഴിഞ്ഞിടക്കുന്നത്, അതിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമ്മൾ 1-2 മാസം ഇവിടെ പ്രവർത്തിച്ച് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വിപുലമായ രീതിയിൽ ഒരാളടക്കം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി അതിലേക്ക് ഇത് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെയുള്ള ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ സ്വന്തം കെട്ടിടം പോലെ നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുമായി ഒക്കെയാണ് നമ്മൾ ആലോചന നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഇതിന് തൽക്കാലം ഈ ഒരു റൂമിൽ ഇത് തുടക്കം കുറിക്കുക. ഇത് അത്രമാത്രം നമുക്ക് അറിയപ്പെടാൻ പറ്റുന്ന അർത്ഥവത്തായ ഒരു പേരാണ്. ലൈബ്രറിക്ക് ഏറ്റവും പറ്റിയ ഒരു പേരാണ് അക്ഷരം. അക്ഷരം എന്ന് പറയുന്നത് ശരിക്ക് അക്ഷരം അറിവാണ്. അക്ഷരം അഗ്നിയാണ്, അഗ്നി അറിവാണ് എന്നാണ് സാക്ഷരതാകാലത്തിൽ ഞങ്ങൾ പ്രചരിപ്പിച്ചത്. അക്ഷരം അഗ്നിയാണ്, അഗ്നി വെളിച്ചമാണ്, വെളിച്ചം നമ്മെ നയിക്കട്ടെ. അക്ഷരം അഗ്നിയാണ്, അഗ്നി വെളിച്ചമാണ്, ആ വെളിച്ചം നമ്മളെ നയിക്കട്ടെ എന്നതാണ് അക്ഷരം എന്നതിൻ്റെ പൂർണ്ണമായ പ്രയോഗ രീതി. അക്ഷരം അഗ്നിയാണ്, അഗ്നി വെളിച്ചമാണ്, ആ വെളിച്ചം നമ്മെ നയിക്കട്ടെ. അത് തന്നെയായിരിക്കണം നമ്മുടെ ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനത്തിൻ്റെ രീതി. ഇതൊരു അഗ്നിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ആ അഗ്നി വെളിച്ചമാണെന്ന് മറ്റുള്ളവരുടെ അന്ധകാരമായ മനസ്സിൽ നിന്ന് ഈ വായനയിലൂടെ, ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിലൂടെ ആ അന്ധകാരത്തെ മാറ്റിയിട്ട് അവരുടെ മനസ്സിലേക്ക് വെളിച്ചം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ അക്ഷരം വായനശാലയുടെ പ്രവർത്തനങ്ങൾ.
അത് വളരെ ഭംഗിയായി തന്നെ നടക്കും. അതിൻ്റെ സംഘാടകരും അതിൻ്റെ തലമുറയും അതുപോലുള്ള ചുറ്റുപാടുമുള്ള സാമൂഹ്യ പ്രവർത്തകരും എല്ലാം അതിനെ വളർത്താൻ വേണ്ടി തന്നെ കാത്തു നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ കരുവാരുകുണ്ട് പഞ്ചായത്തിലെ എല്ലാ വായനശാലകളുടെയും സംഘാടകർ എല്ലാ പ്രവർത്തനത്തിനും ഈ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗത്തുണ്ട്. അതിന് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഞാൻ കുഞ്ഞാപ്പയുടെ മുഖം മാത്രമാണ് എൻ്റെ മുന്നിൽ ആദ്യം വന്നത്. നമ്മുടെ MUK മൗലവി മെമ്മോറിയൽ വായനശാലയുടെ, അത് കഴിഞ്ഞിട്ട് പ്രതിഭാ വായനശാലയുടെ, പ്രതിഭയുടെയും ഈ MUK മൗലവി വായനശാലയുടെയും മുഖങ്ങളാണ് ആദ്യമാദ്യം നമ്മൾ കണ്ടിരുന്നത്. അതല്ല, ഇപ്പോൾ മറ്റുള്ള വായനശാലകളും ഈ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയോടുകൂടി നമ്മൾ കരുവാരുകുണ്ടിൽ നിന്നാൽ നമ്മളെ ഈ വെളിച്ചം നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെ മനസ്സിലെത്തും. അതാണ് വേണ്ടത്. ഈ അടുത്ത സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാനൊരു അഭിമുഖമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മോഹൻലാൽ ഇൻ്റർവ്യൂവിനെ നടത്തുന്നത്. കണ്ടിട്ടുള്ളത് നിങ്ങൾ? ആ മോഹൻലാലിൻ്റെ ചോദ്യങ്ങൾക്ക് പിണറായിയുടെ മറുപടി അത്രയും നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു അഭിമുഖം ഞാൻ അടുത്ത് കണ്ടു. അഭിമുഖത്തിൽ പലരും പൊങ്ങച്ചം പറയും അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അതല്ല, വസ്തുനിഷ്ഠമായ കാര്യം ഓരോ ചോദ്യവും ആ ചോദ്യത്തിന് പറയുന്ന മറുപടിയും എല്ലാം നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും. അത്രമാത്രം നല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അത് ആ ചാനലുകാർ.